അല്ല, ഞാൻ ഒരു അഭിനയഭ്രാന്തനായിരുന്നു. സിനിമ ആണ്, സോറി, അല്ല, അഭിനയഭ്രാന്തനായിരുന്നു. നമ്മൾ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അത് സിനിമാ ഭ്രാന്തനുമാണ്. അപ്പോൾ ഇന്നല്ല, പണ്ട് മുതലേ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ ഞാൻ സിനിമാ നടനാവില്ല. ഞാൻ സിനിമാ നടനായില്ലെങ്കിൽ സിനിമയ്ക്ക് തീ പിടിക്കുന്ന ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ സിനിമാ നടനാക്കിയേ ഒക്കുള്ളൂ മലയാള സിനിമ. അത്രത്തോളം ഞാൻ ഇതിനെ മോഹിച്ചതാണ്. അല്ലാണ്ട് എന്നെ തട്ടിക്കളയാൻ സിനിമയ്ക്ക് പറ്റിയില്ല. അത്രത്തോളം ഞാൻ മോഹിച്ചതാണ്. അല്ല, എന്നെ പോലെ മോഹിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പേടി ഉണ്ടാകുന്നത് നമുക്കിത് അറിയാവുന്നതുകൊണ്ട്. എന്നുവെച്ചാൽ അല്ല, അറിയുന്ന വെച്ചാൽ എല്ലാം അറിയുന്നത് നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ. ഇത് എങ്ങനെ വരും, എന്താവും, തുടങ്ങുന്നതല്ല. എനിക്ക് എല്ലാ ഷോട്ടിലും പ്രശ്നമുണ്ട്. പുള്ളിക്ക് ആദ്യത്തെ ദിവസമായിരിക്കും, എനിക്ക് എല്ലാ പ്രാവശ്യമുണ്ട് ഈ പ്രശ്നം. നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ, ദേഷ്യം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ആ സമയത്തൊക്കെയാണ് ആൾക്കാർ തലക്കന വേണം, കാൽക്കന വേണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇറിറ്റേഷൻ വരാൻ പാടില്ല. നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പേടിച്ചിട്ടാ, അതൊരു തരം പേടിയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുടഞ്ഞു മാറിയിട്ടാണ് നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ നമ്മളെക്കാളും വൻ പുള്ളിയാണ് എന്നുള്ളത് വിചാരിക്കുക. പക്ഷെ ഞാൻ നിന്നെ പൊളിക്കും. അതാണ് രണ്ട് കാര്യങ്ങൾ. അയാൾ എത്ര ചെറിയ ആക്ടറായാലും വലിയ ആക്ടറായാലും അയാൾ വൻ പുള്ളിയാണ്. അവനെ പൊളിക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളത് സംവിധായകൻ പറയുന്ന കഥ, സംവിധായകൻ ആണല്ലോ സാധാരണ നരേറ്റ് ചെയ്യുന്നത്, വേറെ ആളെ കൊണ്ടുവന്നിട്ടല്ല. ഞാൻ പറഞ്ഞ സംവിധായകൻ തന്നെ പറയണം. സംവിധാനം ചെയ്യാൻ പോകുന്ന കഥ പറയുമ്പോൾ നമുക്കറിയാം ഇയാളെ മനസ്സിൽ ഈ സിനിമയുണ്ടെന്ന്. ഇയാൾ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ കാണുന്ന സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട ആ സിനിമ അങ്ങനെ തന്നെ വരും. അങ്ങനെയാണ് ഒരു പരിധിവരെ. ഞാൻ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രിക്ക് ആരോടും പറയരുതേ. എപ്പോഴും നമ്മൾ സിനിമ ഇയാൾ പറയുന്നതല്ലേ, സിനിമ ഇയാൾ എടുത്തുണ്ടാക്കി വരുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും പക്ഷേ എന്നാലും നമ്മൾ അയാൾ പറയുന്ന കഥയിൽ വീണ് പോകും. വെച്ചാൽ കഥ ഇയാൾ കാണുന്നു. ഇപ്പോൾ ബ്ലസ്സി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പോൾ കഥ പറഞ്ഞിട്ട് ഇത് ഞാൻ ലോയി സാറിനോട് ചോദിച്ചിട്ടുണ്ട്, പുള്ളിക്ക് സമയമുണ്ടെങ്കിൽ പുള്ളിയെ കൊണ്ട് എഴുതിക്കാൻ, അല്ലെ ശ്രീനിവാസൻ സാറായ എങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അവർക്കൊക്കെ വേറെ പണിയുള്ളവരല്ലേ, താൻ ഈ കഥ എന്നോട് പറഞ്ഞൊന്ന് എഴുതി നോക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒന്ന് എഴുതാൻ പറഞ്ഞു. 7ാമത്തെ ദിവസം അയാൾ പറഞ്ഞു സാറേ 62 സീനായെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അത് വായിച്ചപ്പോൾ ഓക്കെയാണ്, അതാണ് സ്ക്രിപ്റ്റ്, അതാണ് കാഴ്ച. അങ്ങനെയാണ് പുള്ളി കൊണ്ട് എഴുതിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ ഇതേ കാര്യം ഇപ്പോൾ ഈ ബസൂക്ക എന്ന് പറഞ്ഞ അതിൻ്റെ കഥ പറയണമെന്ന് പറഞ്ഞ് കല്ലൂർ ഡെന്നിസിൻ്റെ മകനാണ്. കഥ പറയണമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് പിന്നെ നടക്കുന്നു. ഞാൻ പറഞ്ഞു എടാ നിനക്ക് ഇവരെ പണിയൊന്നുമില്ല, അച്ഛൻ എഴുതിയെന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എന്താ ക്വാളിറ്റി, അല്ല എൻ്റെ ഒരു കഥ ഒന്ന് കേൾക്കണം. കഥ ഇങ്ങനെ കേട്ടു, കഥ ഓക്കെ ചെയ്യാം എന്നുള്ള ലൈനായി. പല പ്രൊഡ്യൂസർമാരുടെ അടുത്തും അന്വേഷിച്ചാണ്. എന്നിട്ട് ഡയറക്ടറില്ല ഇപ്പോൾ, ഈ കഥ കഥ പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ തീരുമാനിക്കുകയാണ്. ഞാനവരോട് പറഞ്ഞ് ഈ കഥ നിന്നോളം നന്നായിട്ട് ആർക്കും പറയാൻ പറ്റില്ല, നീ തന്നെ ഡയറക്റ്റ് ചെയ്യണം പറഞ്ഞു.